ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെറൈറ്റി ഷോപ്പാണ്. വെറൈറ്റി ഷോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ ആദ്യം തന്നെ ഈ ഷോപ്പിൻ്റെ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അതിനുശേഷം വിശദമായിട്ട് തന്നെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെ എറണാകുളത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, മിക്കവരും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ഷോപ്പ് കാണുക. എന്നാൽ കുറേ പേർക്ക് അറിയാവുന്നതാണ് ഈ ഷോപ്പ്. അത്യാവശ്യം ഫേമസ് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എന്താ പറയുക, ഇത് നോക്കിയതിൻ്റെ ഉള്ളിൽ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ഇത് ഇവർ അടുക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇതേപോലെ തന്നെ എന്താ പറയുക, വീട്ടിൽ സ്ഥലമുള്ളവർക്ക് കൊണ്ട് വെച്ച് എന്ത് രസമായിരിക്കുമെന്ന് അറിയാമോ. അപ്പോൾ ഇത് ഇപ്പോൾ ക്രിസ്മസ് ആയിട്ടനുബന്ധിച്ച് ക്രിസ്മസിൻ്റെ ഐറ്റംസാണ് കൂടുതലുള്ളത്. എല്ലാ രീതിയിലുള്ള ഐറ്റംസും ഉണ്ട്. എന്നാൽ അത് ഞാൻ അതൊക്കെ വിശദമായിട്ട് ഞാൻ പുറകെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിത് ഓടിച്ചിട്ട് കാണിച്ചിരുന്നത് വീഡിയോ ഇന്ന് പോകുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് ഇന്ന ഐറ്റംസൊക്കെ വേണം, അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെയുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിരിക്കുന്നവർക്ക്, അതായത് വീട്ടിലിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് ഒന്നും മടിക്കേണ്ട, നേരെ ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു കുടക്കയിൽ കിട്ടുമെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിഷയം കാണുമ്പോൾ മനസ്സിലായി. ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തന്നത്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് വേറൊരു സാധനം അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല, അത് ഗ്യാരണ്ടിയാണ്. അതായത് അത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ട്, നല്ല ഭംഗിയുള്ള മനോഹരമായ അടിപൊളി ഐറ്റംസ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും കാര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കുര്യൻസ് ക്യൂരിയോസിലാണ്. പലർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ എടുത്ത് പറയുകയാണ്. ക്രിസ്മസ് ആയിട്ട് നമ്മൾ വീടൊക്കെ എന്താണ് മനോഹരമായിട്ട് അലങ്കരിക്കുന്നവരൊക്കെ വന്ന് കാണേണ്ടതാണ്. പലരും വന്ന് മേടിക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോ വളരെ ലേറ്റ് ആയിട്ടാണ്, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പുറകെ പറയാം. അപ്പോൾ ഇവർ സെപ്റ്റംബറിലോ എന്തോ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ ഇങ്ങനെ ഈ സെയിൽസ്. അപ്പോൾ ഇവിടുത്തെ ഫുൾ ഒരു കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നെയാണ് ഈ വീഡിയോയിലൂടെ. ഇനിയും സമയമുണ്ട്. മേടിക്കാത്തവർക്ക്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിട്ട് അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിരിക്കേണ്ട, ഓടിപ്പോരുക. ഹായ് ഹായ് ഒന്ന് പരിചയപ്പെടണമെന്ന് നോക്കണം. ഓക്കെ, പേര് എബിൻ. എവിടെയാ സ്ഥലം? അങ്കവാലി. എങ്ങനെയുണ്ട് ഇവിടെ? ഇങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ ജോലിയാണ്. അപ്പൊ വീട്ടിൽ കണ്ട് ഹാപ്പിയാണോ? ഹാപ്പിയാണോ? 100%. അടിപൊളി, അതൊന്നറിയാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു. ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഐറ്റംസ് കൂടുതലും, അതായത് ഈ തവണ എല്ലാ ക്രിസ്മസിനും ഓരോ തീം ഉണ്ടെന്ന് പറയുന്നത്. ഇത്തവണത്തെ തീം ഫ്രോസ്റ്റി ക്രിസ്മസ് ആണ്. അതായത് തണുത്താല് മഞ്ഞ്, അത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ കിടക്കുന്നത്. നെക്സ്റ്റ് ഇയർ നോർഡിക് ക്രിസ്മസ് എന്ന്. ഇത് വ്യക്തമായിട്ടും മനസ്സിലാവുന്നവർ മനസ്സിലാക്കിയെടുക്കുക, ഇല്ലാത്തവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. കാരണം പഠിക്കാൻ പറ്റും, അവിടെ പഠിച്ചില്ല. ഇത് തന്നെ ഞാൻ ഒരു കണക്കിനൊക്കെ പഠിച്ചെടുത്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കണത് കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള തീം, ആ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് കൂടുതൽ ഈ ക്രിസ്മസിന് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ഒക്കെ കാണിച്ചു തരാം നിങ്ങൾ നേരിട്ട്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ഐറ്റംസിനെ കുറിച്ച് വ്യക്തമാവാൻ വേണ്ടിയാണ് കുറച്ച് സ്ലോവിലി ഞാൻ എടുത്തേക്കണത്. ഓൾറെഡി നമ്മുടെ ചാനലിലൊരു മാഡം, ശ്വേത പട്ടണം എന്നും പറഞ്ഞ്, ആരാണെന്നറിയില്ല. യൂട്യൂബിൽ നമുക്ക് ആരാണെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളുടെ പേരിൽ ഇങ്ങനെ കമൻറ്റ് വരുന്നതല്ലാണ്ട് അത് ഫോട്ടോ എടുത്ത് നോക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ മേഡം ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു, 2 ദിവസം അടുപ്പിച്ച് കമൻറ്റ് ചെയ്തു. ആ ഒരു പ്രസിംഗ് കൂടി വന്നുകൊണ്ടാണ് ഈ വീഡിയോ എന്തായാലും പെട്ടെന്ന് തന്നെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ ആ മേഡത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെയുള്ള ഐറ്റംസ് വ്യക്തമാവാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് സ്ലോവിൽ എടുത്ത് വിടുന്നത്. എന്നാലും നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഷോർട്ട് വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും യൂട്യൂബിൽ. വിശദമായിട്ട് അറിയേണ്ട വീഡിയോ ആണിത്. അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, കാണിച്ചിരുന്നത്. ഇതൊക്കെ പഴയ ലെറ്റർ ബോക്സ്. എന്ത് രസമാണ് നോക്കി. ഇതൊക്കെ കൊണ്ട് വീട്ടിൽ വെച്ചാൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. ഇതൊക്കെ നല്ല മനോഹരമായ ഒരു ഐറ്റം. അതുപോലെ വുഡിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും സെറാമിക്കും റെസിൻ എന്ന് പറഞ്ഞ ഈ മെറ്റീരിയലുള്ള ഐറ്റംസാണ്. അതുപോലെ ഇപ്പുറത്തൊരു ഷവ്വല് കാണിച്ചില്ല കേട്ടോ. ഇത് ചെറിയൊരു കുഞ്ഞ് ഷവ്വല്. അപ്പോൾ വീട്ടിൽ ഷവ്വലും മമ്മൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കോട്ടെ. ക്രിയേറ്റീവായിട്ടുള്ള പീപ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ, പിള്ളേരുണ്ടെങ്കിൽ എടുത്തത് അപ്പോൾ തന്നെ പണി നടത്തണം. അതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റി. ഇത് നോക്കി എന്ത് ഭംഗിയാണ് നോക്കി. അതൊക്കെ
അതുപോലെ ഇപ്പുറത്ത് ആങ്കറിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. ആങ്കറിൻ്റെ ഒരു വലിയൊരു ഇത് ഇവിടെ തൂക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചിരുന്നത്. ഇത് മറ്റേ വാളിലൊക്കെ തൂക്കിയിടാനുള്ളതൊക്കെ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള വെസൽ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലുള്ള ഐറ്റമാണ് കാണുന്നത്. ഇതിനിടയ്ക്ക് ഇവിടെ ഒരു രസകരമായൊരു സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ നിങ്ങൾ കാണിച്ചാലും ഞങ്ങൾക്ക് യാതൊരു വിഷയമില്ല. ഞങ്ങളെ ശല്യം ചെയ്തതെന്ന് പറഞ്ഞത് രണ്ടുപേരും മൊബൈലിൽ ഇരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. കുറേ ഏരിയ വന്നപ്പോൾ തൊട്ട് മൊബൈലിലാണ് രണ്ടുപേരും. ഹായ്. അയ്യോ, കുട്ടി പേടിച്ചിട്ടാ എസ്കേപ്പ്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്. ഹായ് തരൂല തിരിച്ച് ചോദിച്ച് മേടിച്ച് ഹായ് അല്ലേ? എന്താ എൻ്റെ പേര്? ഓഹോ, അടിപൊളി അടിപൊളി നെയിം. എന്താണ് ഇവിടെ ക്രിസ്മസിൻ്റെ കളക്ഷൻസൊക്കെ മേടിക്കാൻ വന്നാണോ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. മേടിച്ചോ? വീട്ടിലേക്ക് മേടിച്ചു? എല്ലാം മേടിച്ചു കഴിഞ്ഞു. ഇനി പോയി വീട്ടിൽ പോയി ഡെക്കറേഷൻ ചെയ്യാൻ പോണേ. എല്ലാം കിട്ടിയോ? പിന്നെ അന്വേഷിച്ച് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ എല്ലാം കിട്ടിയോ? നിനക്ക് വേണ്ട എല്ലാം കിട്ടി? ഹാപ്പിയാണ്? ഓക്കെ, അവൾ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ടാ ഒരു ഇതോടെ. പിന്നെ ഈ കാണുന്നൊരു റൂം ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു ആ റൂമിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ. മൊബൈലിൽ നമ്മൾ ഷൂട്ട് ചെയ്തത് കൊണ്ട് തന്നെ നേരിട്ട് കാണുന്ന അത്ര ഫീൽ കിട്ടില്ല. ഈ ബ്ലൂ കളറിനോട് ചേർന്ന് തന്നെ ഒരു ബ്ലൂ ഒരു ലൈറ്റൊക്കെ കൊടുത്ത് നല്ലൊരു വല്ലാത്തൊരു ഫീലായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ. ഇത് കണ്ട, അപ്പോൾ ഈ ബ്ലൂ പോട്ടറീസാണ് ഈ കാണുന്നത്. ഈ ബ്ലൂ പോട്ടറിയിൽ എന്താണ് ചൈനീസ് പോട്ടറി ഉണ്ട്, പിന്നെ അതുപോലെ ജയ്പൂർ പോട്ടറി ഉണ്ട്, ഡച്ച് പോട്ടറി ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സാക്കിയാണ് ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനകത്ത് കൂടുതലും ഈ സെറാമിക്കിൻ്റെ ഐറ്റംസാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സെറാമിക്കിലാണ്. അതാണ് കൂടുതലും അതിൻ്റെ ഐറ്റംസാണ്. അതുപോലെ എന്താ പറയുക, ഈ ക്രിസ്മസ് ന്യൂ ഇയറും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ ഈ സീസൺ തീർന്നോ അല്ലെങ്കിൽ ഇവരിത് സ്റ്റോപ്പ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം വേണ്ട. ഇവരിത് വീണ്ടും മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അതിനകത്ത് കൂടുതലും എന്താ പറയുക, കിച്ചൺ ക്രോക്കറി ഐറ്റംസും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിൻ്റെ ഒപ്പം ഈ കിച്ചൺ ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിച്ചു തന്നെ. അപ്പോൾ നെക്സ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഈസ്റ്ററാണ്. ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഐറ്റംസ് വേറെയും വരുന്നതായിരിക്കും. അത് നമ്മൾ ആ സമയത്ത് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഞാൻ പറഞ്ഞില്ല റൂമിൽ കയറിയപ്പോൾ. എന്തായാലും നിങ്ങൾ നേരിട്ട് ചെല്ലണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വ്യക്തമാവും. അത്രയും എനിക്ക് പറയാനുള്ളൂ. അതുപോലെ പുതിയ വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവില്ല ഇതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ ഒന്നും നോക്കേണ്ട, കുര്യൻസിൻ്റെ ഈ കുരിയോസിലേക്ക് നേരെ വിട്ടോ അടിപൊളി ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടും, ഗ്യാരണ്ടി. നിങ്ങളുടെ ലൊക്കേഷൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞില്ല. അപ്പോൾ മറ്റെങ്ങുമല്ല, നമ്മുടെ എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്ത് പാലാരിവട്ടം പാലം ഫേമസ് ആണല്ലോ, പാലാരിവട്ടം പാലം. അപ്പോൾ അവിടെ നിന്ന് വെറും 1.5 കിലോമീറ്റർ ഉള്ളൂ ചെമ്പുമുക്ക് എന്ന് പറയും. അതായത് പാലാരിവട്ടം പാലത്തിൻ്റെ അവിടെ നിന്ന് കാക്കനാട് റൂട്ടിൽ ചെമ്പുമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു 50 മീറ്റർ ഉണ്ടാവുള്ളൂ. അതായത് ചെമ്പുമുക്ക് ജംഗ്ഷനിൽ നിന്ന് പാറക്കാട്ട് ടെമ്പിൾ റോഡുണ്ട്. ആ റോഡ് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 50 മീറ്റർ ഉള്ളൂ ജംഗ്ഷനിൽ നിന്ന്. അപ്പോൾ വന്ന് വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട എന്താ പറയുക, എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഇപ്പോൾ വീഡിയോ ഇത് നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായെന്ന് അറിയാൻ പറ്റില്ല, കാരണം എനിക്ക് വീഡിയോ കൂടുതലായിട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ എന്നോട് ആ കമൻറ്റ് ചെയ്ത ഒരു മാഡം ഉണ്ടായിരുന്നു. ആ മാഡം എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നത് നമ്മുടെ യൂട്യൂബിൽ പഴയൊരു വീഡിയോ ആയിട്ട് കമൻറ്റ് ചെയ്തിരുന്നത് ഈ വീഡിയോ എടുക്കണമെന്ന്, വളരെ സ്ലോയിൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ. അത്രയും കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് വ്യക്തമാണെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്നും ഓടിച്ചു കൊണ്ടുണ്ട്. ബാക്കി കാണിച്ചു തരാം. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് കുറച്ച് ഐറ്റംസ് ഉള്ളതല്ല, അങ്ങനെയല്ല, കുറേ ഐറ്റംസ്. ആയത് നമ്മൾ കാണിച്ചതിലും കുറേ സാധനങ്ങളൊക്കെ പോയിരുന്നു. കാരണം ഞാൻ വൈകുന്നേരം ഇവർ ക്ലോസിങ് ടൈമിലാണ് ഞാൻ പോയി വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറേ കളക്ഷൻസ് പോയിരുന്നു, ഓൾറെഡി വിറ്റ് പോയിരുന്നു ആ ദിവസം. അപ്പോൾ അത് ശേഷമുള്ളത് ഞാൻ വൈകുന്നേരം എടുത്തുകൊണ്ട് ഇച്ചിരി കുറവുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇതുണ്ട് ബാക്കി സ്റ്റിക്സ് നോക്കി ഒരേ ആനിമൽസിൻ്റെ ഹെഡ് അടിപൊളി, ഒന്നും പറയാനില്ല. ആർക്കെങ്കിലും ഇങ്ങനത്തെ വെറൈറ്റി അല്ലേ ഒരു ബാക്കി സ്റ്റിക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് പോരുക. അതിന് വേണ്ടിയാണ് ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു തന്നെ. പല എന്താ പറയുക, പല എല്ലാ മൃഗങ്ങളുടെയും തല ഇവിടെ ഉണ്ട്. മിക്കതും തന്നെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നത് ഇല്ലാത്തതായിട്ട് പറയാനുണ്ടാവില്ല ചിലപ്പോൾ. അത്രയും സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് എല്ലാം നല്ല മനോഹരം ഭംഗിയായിട്ടുള്ള ഐറ്റംസ് കണ്ട. ആമയുടെ വരെ ഉണ്ട്. അതുപോലെ സാന്താക്ലോസിൻ്റെ വളരെ ചെറുതട്ടെ, എൻ്റെ ഒരു വിരലിൻ്റെ നീളമുള്ളത് തൊട്ട് അങ്ങോട്ട് എന്നെക്കാട്ടിയും വലിപ്പമുള്ളത് വരെ അവിടെ ഇരിക്കുന്നുണ്ട്. അതും പല രൂപത്തിൽ പല ഭാവത്തിൽ അങ്ങനെയാണ്. കണ്ടത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അതിനാണ് അതിലെടുത്തിട്ടത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കിച്ചൺ ക്രോക്കറി ഐറ്റംസ് ഉണ്ടെന്നത്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. അതിൻ്റെയും ഒരു എന്താ പറയുക, നല്ലൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന അടിപൊളി ഐറ്റംസ് കിട്ടുന്നതായിരിക്കും, അത്ര തന്നെ.
അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ, അത് വളരെ ചെറുതാണ്. എന്താ എൻ്റെ ഒരു വിരലിൻ്റെ നീളമുള്ളത് തൊട്ട് മേളിലേക്ക് ഉണ്ട്. എന്താ ഇതൊക്കെ ഒരടി ഹൈറ്റ് ഉള്ളത്. ഇത് വളരെ ചെറുത്. നോക്കി എൻ്റെ വിരലിൻ്റെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. കണ്ട അത്ര നീളത്തിലുള്ള ക്രിസ്മസ് ട്രീ വരെ ഉണ്ട് ഇവിടെ. അതുപോലെ ഇതേതണ്ട ഇവിടെ ഒരു അടിപൊളി ഒരു ക്രിബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു ക്രിബ് തന്നെയാണ്. അതിനെ നിങ്ങൾ അതും കൂടി ഒന്ന് കാണിച്ചു തന്നെയാണ്. ഇതണ്ട ഇത് ഭംഗിയായിട്ടാണ് ഒരു സെറ്റ് ചെയ്ത് ചെയ്യണത്. നോക്കിയോടെ ഇത് കണ്ടാൽ തന്നെ നേരെ ഇങ്ങനെ തന്നെ കൊണ്ടുപോയി വീട്ടിലേക്ക് വെക്കാൻ തോന്നും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ശ്യാമ ഇവിടെ ഉണ്ട്. ശ്യാമ അത് തന്നെ അതെ ഒരാളിവിടെ തന്നെ കുമ്മളയിൽ അല്ലേ എപ്പിസോഡിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് തന്നെ ഞാൻ. ഓക്കെ അല്ലേ? നിന്റെ പേരെന്താണ്? പേര് പറ. മെഹറ. അടിപൊളി പേര്. ശ്യാമ എവിടെ? ഇന്ന് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾ അറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം. ഇത് നമ്മൾ ഗോപ്രോ ഒരു ചെറിയ ബാറ്ററിയുടെ ഒരു പ്രശ്നം കാണിച്ചിട്ട് ഷൂട്ട് മുടങ്ങിയപ്പോൾ തന്നെ എന്താ ശ്യാമിൻ്റെ ഏതാണ് അൾട്രാ S23 അല്ലേ? സാംസങ് S23 അൾട്രാ മൊബൈലിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതായത് ഈ മൊബൈൽ എടുത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ചെയ്യാം എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കണ്ടാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എന്തായാലും ശ്യാമിൻ്റെ മൊബൈലിൻ്റെ രക്ഷപ്പെട്ടു അല്ലേ? ശ്യാമ എങ്ങനെയുണ്ടോ കളക്ഷൻ എടുത്ത? അടിപൊളി. അതുപോലെ നിങ്ങൾക്ക് ഇവിടെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാനോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു വിളിച്ച് ചോദിക്കാനോ എല്ലാത്തിനും വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പറ്റൊരു നമ്പർ, കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് അവരായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. അതുപോലെ ഈ കാണുന്നത് നേറ്റിവിറ്റി സീൻ എന്നാണ് ഇതിനെ പറയണത്. അതായത് നമുക്ക് ക്രിബൊക്കെ ഉണ്ടാക്കുന്നത് ഓരോരോ ഐറ്റംസ് വെച്ചിട്ടാണല്ലോ. ഇത് എല്ലാം കൂടി ഒരു പിക്ചർ പോലെ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ബൈബിളിൽ വന്നേക്കുന്ന രീതിയിലാണ് കാണിച്ചേക്കുന്നത്. ഇതിനെ നേറ്റിവിറ്റി സീൻ എന്നാണ് പറയണതെന്നാണ് അതിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളോട് പറഞ്ഞിട്ട്. ഇത് റെസിൻ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലെഫ്റ്റ് പോർഷനിൽ കുറേ ഏഞ്ചൽസ് കുറേ ഉണ്ട്. അത് ഏഞ്ചൽസ് ഉള്ളത് എന്താ പറയുക, ഈ റെസിനും സെറാമിക്കും ഈ രണ്ട് മെറ്റീരിയലുള്ള ഐറ്റംസാണ് കൂടുതലിരിക്കണം. ഏഞ്ചൽസ് അതിൻ്റെ കണ്ട നോക്കിയാൽ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കുറേ മനോഹരമായിട്ടുള്ള കുറേ ഐറ്റംസ്. ഞാൻ ഫുള്ള് വ്യക്തമാക്കാത്ത വീഡിയോ വീണ്ടും ലാഗാവും, ഇതിലും കൂടും. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചത്. ഇപ്പുറത്തെ ഒരാൾ നിൽക്കണ്ട കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കിയത് മെനു കാർഡൊക്കെ പിടിച്ചിരിക്കണാറ് അല്ലേ? മെനുവിൻ്റെ ഒരു ബോർഡ് തന്നെയാണ് കയ്യിലുള്ളത്. നല്ല ഒരു പ്രത്യേക ഭംഗി കാണാൻ കേട്ടോ. അതുപോലെ ഇവിടെ കുറേ മിനിയേച്ചർ ഐറ്റംസ്, അതായത് സ്കൂട്ടർ, പഴയ എന്താണ് കൽക്കരിയിൽ ഓടുന്ന തീവണ്ടി, കാറ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ മേളിലിരിക്കുന്നുണ്ട്. ഞാനൊന്ന് ആദ്യം അവരോട് അനുവാദം ചോദിക്കട്ടെ ഇതൊക്കെ എടുക്കുന്നതിന് മുന്നേ. കാരണം നമ്മളായിട്ടൊന്നും ഡാമേജ് വരുത്താൻ പാടില്ലല്ലോ. പിള്ളേരൊക്കെ ആയിട്ട് തന്നെ ഒരു ശ്രദ്ധിക്കണം കേട്ടോ. പിള്ളേരെയൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം. കാരണം അവിടെ കുറേ പൊട്ടണ ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കരുത് വന്നവർ. അതും കൂടി നമ്മുടെ വീഡിയോയിലൂടെ നമ്മളായിട്ട് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. അത്ര തന്നെ. എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാൻ. ഇത് കുറച്ച് വോയിസ് നമ്മുടെ കട്ടായതല്ല, ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാനടുത്ത് കളഞ്ഞിട്ട് വോയിസ് ഓവർ ചെയ്താണ്. അതാണ് ഒരു ഇച്ചിരി ഇത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ. പിന്നെ അതുപോലെ ആ സ്കൂട്ടറാണ് ചെറുത്. എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു വിരലിൻ്റെ വലിപ്പമുള്ളൂ ഏതാണ്ട് ഹൈറ്റ് നോക്കി കണ്ട അത്രേ ഉള്ളൂ. അത്രയും കുഞ്ഞൻ. അതൊക്കെ തിരിക്കുകയൊക്കെ ചെയ്യാം ഹാൻഡിൽ. നല്ല ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്കൂട്ടർ തന്നെ. ഇതിവിടെ വേറെയും കുറച്ച് ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ എല്ലായിടത്തും കാണിക്കാനുള്ള. എന്തായാലും ഒന്ന് ഓടിച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വീഡിയോ അല്ലേ കൂടുതൽ ലാഗടിപ്പിക്കണ്ട. കണ്ട നോക്കി എന്താണ് ഇതിൻ്റെയും പേര് കിട്ടണല്ലോ കേട്ടോ എനിക്ക്. നെക്സ്റ്റ് ടൈം പറയാം. എല്ലാം കൂടി പഠിച്ച് അവിടെ അവർ ബിസി ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവരാരെ കൊണ്ടെങ്കിലൊക്കെ ഞാനിത് നിങ്ങൾക്കറിയേണ്ട കുറച്ച് കാര്യം കൊണ്ട് വ്യക്തമായിട്ട് ഞാൻ ചെയ്യിച്ചു തന്നാണ്. ഇതല്ല ഇത് രസമെന്ന് നോക്കിയാൽ കാണാൻ. ഇതൊക്കെ കൊണ്ടുപോയി വീട്ടിൽ വെക്കാൻ തന്നെ. പിന്നെ നമുക്ക് ഈ വിൻറ്റേജ് കാറിനോടും ബൈക്കിനോടൊക്കെ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇതുപോലുള്ള മനോഹര വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അധികം പറഞ്ഞ് ബോറടിപ്പിക്കാനുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസ് നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.